ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് VLCCയുടെ പപ്പായ ഫ്രൂട്ട് ഫേഷ്യലിന് കിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ബാക്ക് സൈഡിലാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതിനകത്ത് 6 സ്റ്റെപ്പാണ് ഉള്ളത്. ക്ലെൻസർ ആൻഡ് ടോണർ, സ്ക്രബ്, ജെല്ല്, ക്രീം, പാക്ക്, മോയ്സ്ചറൈസർ. അപ്പോൾ ഇതിന് ആവശ്യത്തിനായിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളവും ഒരു ടവലും എടുക്കണം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഐസ് ക്യൂബാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസർ ആൻഡ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മുഖത്ത് അഴുക്കും എണ്ണമയോ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഫേഷ്യലിനായി തയ്യാറെടുക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇനി നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നേരത്തെ നമ്മൾ തണുത്തുള്ള എടുത്തില്ലായിരുന്നോ, അതിനകത്തോട്ട് ടവൽ മുക്കിയിട്ട് നമുക്ക് ഫേസിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. അടുത്ത സ്ക്രബാണ്. ഇത് നമുക്ക് പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിൻ ഈവൻ ടോൺ ആയിട്ടിരിക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് 8 to 10 മിനിറ്റ് വരെ നമുക്ക് സ്ക്രബ് ചെയ്തിട്ട് നേരത്തെ ചെയ്തത് കണക്ക് തണുത്ത വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് നമുക്ക് മുഖത്ത് തേക്കാവുന്നതാണ്. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത 3ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ജെല്ലാണ്. ജെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണുപ്പും ഈർപ്പവും നിലനിർത്തുന്നുണ്ട്. മുഖത്ത് പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റോളം ഫേസിൽ തന്നെ വെച്ചിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും തണുത്ത വെള്ളത്തിനകത്ത് ടവൽ മുക്കിയിട്ട് നമുക്ക് ഫേസിൽ റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് ക്രീമാണ്. ഇത് ചർമ്മത്തിൻ്റെ പോഷണം നൽകാനും തിളക്കം കൂട്ടാനും മസാജ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. VLCCയുടെ തന്നെ പല വേരിയൻസ് ഉണ്ട്. പപ്പായ ഉണ്ട്, ഗോൾഡിൻ്റെ ഉണ്ട്, ഡയമണ്ടിൻ്റെ ഉണ്ട്, പേളിൻ്റെ ഉണ്ട്. ഞാൻ എടുത്തേക്കുന്നത് പപ്പായയുടെയാണ്. ഇത് വന്നിട്ട് 300 രൂപയാണ് പാക്കറ്റിനകത്ത് കിടക്കുന്നത്. പക്ഷേ നമുക്ക് ഓഫറിനായതുകൊണ്ട് എനിക്കിത് 170 രൂപയ്ക്ക് കിട്ടിയേക്കുന്നത്. നമുക്കിത് ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ 5th സ്റ്റെപ്പായിട്ടുള്ളത് പാക്കാണ്. 15 to 20 മിനിറ്റ്സ് ആണ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാനാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിമ്പിൾസ് വന്ന മാർക്കൊക്കെ മാറാനും ഡാർക്ക് സ്പോട്ട് കളയാനും ഒക്കെ അടിപൊളിയാണ്. നമുക്കിപ്പോൾ ഒരു കല്യാണം ആയാലും എന്തൊരു ഫംഗ്ഷൻസിനായാലും നമുക്കിപ്പം ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. നമുക്കിത് പാർലറിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഫേഷ്യൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടുന്നതാണ്. നമുക്ക് എന്തൊരു ഫംഗ്ഷന് പോയാലും നല്ല രീതിക്ക് തിളങ്ങി നിൽക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കണക്ക് തന്നെ കഴുത്തേലും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ആയതുകൊണ്ടാണ് ഫസ്റ്റിലും സെക്കൻഡിലും ഒന്നും കാണിക്കുന്നത്. നമുക്ക് ലാസ്റ്റായിട്ട് ഒരു പാക്കും കൂടി ഉണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരും. കാരണം പാർലറിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും താമസം വരും, അത്രയും താമസം തന്നെ ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം ഓരോ സെറ്റിനും 10 മിനിറ്റ് വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഒരു പാക്കും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഇത് അവസാനിക്കും. നേരത്തെ പറഞ്ഞ കണക്ക് ടവൽ അല്ലെങ്കിൽ തണുത്തുള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് പാക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ആണ് കിട്ടുന്നത്. നല്ലൊരു ഗ്ലോ, നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടിരിക്കും നമ്മൾ. പിന്നെ ഇത് നമ്മൾ സാധാരണ ഫേഷ്യൽ ചെയ്യുന്നത് പാർലറിൽ പോയി ചെയ്യുന്നത് അങ്ങനെ അതുപോണൊക്കെ തന്നെ ഉണ്ടാവും. ഇത് മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീനാണ്. SPF ഉണ്ട്, 15 ഉണ്ട്, PA+, UVA, UVB. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്. ഓരോ പാക്ക് ഇട്ടിട്ടും 10 മിനിറ്റ് കാത്തിരിക്കണം. നമ്മളൊരു 3-4 സ്റ്റെപ്പൊക്കെ ആകുമ്പോഴത്തേനും മടുക്കും. പിന്നെ ക്ഷമ വേണം. നല്ല രീതിക്ക് നിന്നാലേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം എത്രത്തോളം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അത്രയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ഒട്ടുമിക്ക ഗേൾസും ആണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം മേടിക്കാൻ നോക്കുക. അപ്പം പിന്നെ ഇത് ഏറ്റവും വലിയ ഒരു മസ്റ്റായിട്ട് മേടിക്കേണ്ട സാധനങ്ങൾ തന്നെ. അപ്പം ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഫേഷ്യലും ചെയ്യാം. അടിപൊളിയായിരിക്കും. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്കാണെങ്കിൽ നമ്മുടെ ഫേസിലെ മാറ്റം എല്ലാം നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ ഓരോ സ്റ്റെപ്പിലും എൻ്റെ ഫേസിലുള്ള ഡിഫറൻസ് എനിക്ക് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കാണെങ്കിൽ ശരിക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സൈഡിൽ, ഈ നോസിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ക്ലിയറായി, കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അതെനിക്ക് ഈ മൗത്തിൻ്റെ അടുത്ത്, ഈ മൂക്കിൻ്റെ സൈഡിനകത്തൊക്കെ ഇഷ്ടം പോലെ വൈറ്റ് ഹെഡ് ഉണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. വീഡിയോയിൽ ക്ലിയർ ആയിട്ടാണോ എന്നറിയില്ല, പക്ഷേ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ കഴുത്തിന് ചുറ്റുമൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾ ആദ്യം തൊട്ട് കാണുമ്പോൾ മനസ്സിലാവും. ആ കഴുത്തിന് സൈഡിലൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 170 രൂപയുടെ സുന്ദരിയാകൽ പ്രക്രിയ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.